ഹരി ഓം. ദശകം 23, ശ്ലോകം 7. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്ന ചിരതോ നുദുഭിപ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാഥ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദച്ഛേദം നോക്കാം. തസ്മൈ മൃണാള ധവളേന, അത് ലായാക്കിക്കോണം. നമ്മുടെ പുസ്തകത്തിൽ ലായാണ് കിടക്കുന്നത്. മൃണാള ധവളേന സഹസ്ര ശീർഷ്ണ. തസ്മൈ മൃണാള ധവളേന സഹസ്ര ശീർഷ്ണ രൂപേണ ബദ്ധ നുതി സിദ്ധ ഗണ ആവൃതേന. രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവൻ അചിരതഃ നുതിഭിഃ പ്രസന്നഃ. പ്രാദുർഭവന്ന ചിരതോ നുതിഭിഃ പ്രസന്നോ. പ്രാദുർഭവൻ പ്ലസ് അചിരതഃ. പ്രാദുർഭവന്ന ചിരതോ നുതിഭിഃ പ്രസന്നോ. ദത്വാ ആത്മതത്വം അനുഗൃഹ്യ തിരോദധാഥ. ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാഥ. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്ന ചിരതോ നുദുഭിഃ പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാഥ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 7 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 6 നമ്മൾ പറഞ്ഞു, സ്തോത്രങ്ങളെ കൊണ്ടും മന്ത്രങ്ങളെ കൊണ്ടും 7 ദിവസം ഭജിച്ചപ്പോഴേക്കും ചിത്രകേതുവിന് വിദ്യാധര ചക്രവർത്തി സ്ഥാനം ലഭിച്ചു. അതുകൊണ്ടും തൃപ്തിപ്പെടാതെ വീണ്ടും ഉത്സാഹപൂർവ്വം ഭഗവാനെ ഭജിച്ചുവെന്ന് പറഞ്ഞു. അപ്പോൾ 7ാം ശ്ലോകത്തിൽ ഭഗവാൻ ആദിശേഷ സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചിത്രകേതുവിനെ അനുഗ്രഹിക്കുന്നതാണ്. മൃണാളധവളേന സഹസ്രശീർഷ്ണ ബദ്ധനുതി സിദ്ധഗണാവൃതേന രൂപേണ. മൃണാളധവളേന, താമരവളയം പോലെ വെളുത്തും. താമരവളയത്തിന് വെളുപ്പ് നിറമാണ്. അപ്പോൾ താമരവളയം പോലെ വെളുത്തും സഹസ്രശീർഷ്ണ 1000 ശിരസുകളോടുകൂടിയും ബദ്ധനുതി സിദ്ധഗണാവൃതേന രൂപേണ ചുറ്റും നിന്ന് സിദ്ധന്മാർ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതുമായ സ്വരൂപത്തിൽ. അപ്പം എങ്ങനെയാണ്? താമരവിളയം പോലെ വെളുത്തും 1000 ശിരസുകളോടുകൂടിയും ചുറ്റും നിന്ന് സിദ്ധന്മാർ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതുമായ സ്വരൂപത്തിൽ അചിരതഃ പ്രാദുർഭവൻ നുതിഭിഃ പ്രസന്നഃ. കാലതാമസം കൂടാതെ എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ നിന്തുരുവടി പ്രത്യക്ഷപ്പെട്ട് സ്തുതികളാൽ സന്തുഷ്ടനായിട്ട് അചിരതഃ എന്നുവെച്ചാൽ കാലതാമസം കൂടാതെ പ്രാദുർഭവൻ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നുതിഭിഃ, നുതിഭിഃ എന്ന് പറഞ്ഞാൽ ആ സ്തുതികളാൽ നുതിഭിഃ പ്രസന്നഃ, സ്തുതികളാൽ സന്തുഷ്ടനായിട്ട് ആത്മതത്വം ദത്വാ അനുഗൃഹ്യ തിരോദധാഥ. ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം ഉപദേശിച്ച് അനുഗ്രഹിച്ചിട്ട് അന്തർധാനം ചെയ്തുവല്ലോ. ആത്മതത്വം ദത്വാ, ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം ദത്വാ ഉപദേശിച്ചിട്ട് അനുഗൃഹ്യ തിരോധതാത, അനുഗ്രഹവും കൊടുത്തിട്ട് അന്തർധാനം ചെയ്തുവല്ലോ. അപ്പോൾ ഈ ചിത്രകേതു മഹാരാജാവ് ഈ നാരദനൊക്കെ പറഞ്ഞത് പ്രകാരം ഭഗവത് ഭജനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താമരക്കിഴങ്ങിൻ്റേതുപോലെ ശുക്ലവർണ്ണത്തോടും, എന്നുവെച്ചാൽ അതിന് ആ വെളുത്ത നിറമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ താമരക്കിഴങ്ങിന് വെളുത്ത നിറമാണ്. അതുപോലെ തന്നെയാണ് ഈ ആദിശേഷൻ്റെ ശരീരം വെളുത്തതും 1000 പടങ്ങളുള്ളതുമാണ്. അപ്പോൾ അങ്ങനെ ആ താമരക്കിഴങ്ങിൻ്റേതുപോലെ ആ വെളുത്ത നിറത്തോടും 1000 തലകളോടും കൂടിയുള്ള
ആ ഒരു ആദിശേഷൻ്റെ ആ രൂപത്തിൽ തന്നെയാണ് ആ ചിത്രകേതുവിൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അതോ 4 പുറവും നിന്ന് സിദ്ധന്മാരിങ്ങനെ സ്തുതിക്കുന്നുമുണ്ടായിരുന്നു. ഭഗവാനെ പ്രത്യക്ഷമായിട്ട് ചിത്രകേതു കണ്ടു അപ്പോഴിങ്ങനെ ഈ രൂപത്തിൽ തന്നെ. അപ്പോൾ ഈ ചിത്രകേതുവിൻ്റെ ഈ ആരാധനയിൽ പ്രസന്നനായിട്ട് ഭവിച്ച ഭഗവാൻ ആത്മതത്വങ്ങൾ ഉപദേശിച്ചിട്ട് അനുഗ്രഹങ്ങളും ഒക്കെ നൽകി അവിടെ നിന്നും തിരോധാനം ചെയ്തു. തസ്മൈ മൃണാളധവളേന സഹസ്രശേഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നജിരതോനുദുഭി പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാധ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.